യാത്രക്കാരെ വലച്ച് ഇൻഡിഗോ വിമാന പ്രതിസന്ധി തുടരുകയാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള 9 സർവീസുകൾ റദ്ദാക്കി. കൊച്ചിയിൽ നിന്നുള്ള 10 സർവീസുകളെ പ്രതിസന്ധി ബാധിച്ചു. കണ്ണൂരിൽ നിന്നുള്ള ഒരു സർവീസും റദ്ദാക്കിയിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയതും യാത്രക്കാർക്ക് വലിയ ഇരുട്ടടിയായി. പല റൂട്ടുകളിലും 10 ഇരട്ടിയോളമായി വർധന. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള കുറഞ്ഞ നിരക്ക് ഇപ്പോൾ 39,000 രൂപയാണ്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരും. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ ചേരും. ഡൽഹി വിമാനത്താവളത്തിനടുത്ത് നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ഇപ്പോൾ ഗുഡ് മോർണിംഗ് അഗെയിൻ ടു ഓൾ ഓഫ് യു. ആദ്യം ആൻമരിയ സണ്ണി കൊച്ചിയിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് മുന്നിൽ നിന്ന് ചേരുന്നു. ആൻമരിയ, ടിക്കറ്റ് നിരക്ക് ഈ സൗകര്യപൂർവ്വം ചൂഷണം ചെയ്യാനായി പല ഏജൻസികളും കൂട്ടിയിരിക്കുന്നു. അത് 2 ഇരട്ടി 3 ഇരട്ടി ഒക്കെ രീതിയിലായി മാറിയിരിക്കുന്നു. ആ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട്. പറയൂ. തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും വിമാനത്താവളങ്ങളിലേക്ക് എത്തുന്ന യാത്രക്കാർക്ക് അത് ഒരു ഇരുട്ടടി പോലെയാണ്. ഈ വിമാന സർവീസുകൾ വൈകുന്നത്, ചിലത് റദ്ദാക്കുന്നത്, അതിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ ചിലത് ഇങ്ങനെ നിരക്ക് കൂട്ടിയിരിക്കുന്നതും. മൊത്തത്തിൽ നോക്കുകയാണ് എങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഈ യാത്രക്കാർ, ഇവിടെ എത്തുന്ന ഒന്നും അറിയാതെ എത്തുന്ന സാധാരണക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നവർ, അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ, അങ്ങനെ എത്തുന്നവരൊക്കെ വലയുകയാണ്. നമ്മളിപ്പോഴും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തന്നെയാണ് തുടരുന്നത്. ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് SK നമ്മൾ രാവിലെ എല്ലാം കാണിക്കുന്നത് പോലെയാണ്. ചില ആളുകൾ ഇവിടെ, കുറേ ആളുകൾ രാവിലെയൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അതിൽ ചില ആളുകൾ ഇവിടെ നിന്ന് ഒന്നും നടക്കുന്നില്ല എന്നത് തിരിച്ചറിഞ്ഞപ്പോൾ ചില ആളുകൾ ഇവിടെ നിന്ന് പോയി. ചിലർ മറ്റ് ഫ്ലൈറ്റുകൾ എടുത്ത് തിരികെ യാത്ര പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോഴും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത് ശരിക്കും പെട്ടുകിടക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ചിലതൊക്കെ നേരത്തെ തന്നെ ഇവർക്ക് ഇൻഫർമേഷൻ വന്നിരിക്കുന്ന സാഹചര്യവുമുണ്ട്. ചില ഫ്ലൈറ്റുകൾ ഇന്നലെ പോകേണ്ടത് ഇന്നത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതും വൈകി ഓടുന്ന ഒരു സാഹചര്യമുണ്ട്. ചിലത് റദ്ദാക്കിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലേക്ക് നാളെ ഡ്യൂട്ടിക്ക് എത്തേണ്ട സൈനികന് പോലും എത്താൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ രാവിലെ ഇവിടെ ഒരു ആളെ സംസാരിക്കുന്നുണ്ട്, ഒരു അമേരിക്കൻ മലയാളിയായിട്ടുള്ള ഒരു സ്ത്രീയോട് സംസാരിക്കുന്നുണ്ട്. അവർ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആരെ വിളിക്കണമെന്നോ ആരോടാണ് ഇത് സംസാരിക്കേണ്ടമോ ഒന്നും അവർക്ക് അറിയത്തില്ല. കാരണം അവരുടെ ചിലരെ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാത്ത സാഹചര്യമാണ്. ഇവരോട് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും കൃത്യമായിട്ടൊരു മറുപടി അവർക്ക് നൽകുന്നില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ്. ചിലരൊക്കെ വീടുകളിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. ചിലർക്കൊക്കെ വേറെ ഫ്ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻഡിഗോ സർവീസിൻ്റെ നോക്കുകയാണെങ്കിൽ അവർ തന്നെ ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആളുകൾക്കൊക്കെ അവർ സൗകര്യമൊരുക്കി കൊടുത്തിട്ടുണ്ട്. ഈ കൗണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവരോട് ആദ്യം ഇവർ സംസാരിച്ച് കഴിയുമ്പോഴായിരിക്കും, ഇവിടെ എത്തി വന്ന് സംസാരിക്കാൻ നിൽക്കുമ്പോഴാണ് ഇവരോട് അത് റദ്ദാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്തെങ്കിലും മറ്റെന്തെങ്കിലും സർവീസ് ഒരുക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഉറപ്പില്ല, വേണമെങ്കിൽ ഇന്നത്തേത് തിങ്കളാഴ്ചത്തേക്ക് ആക്കി കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷേ അതും ഷെഡ്യൂൾഡ് ആകുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 10 സർവീസുകളെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇന്ന് ബാധിച്ചിരിക്കുന്നത്. ഇന്നലെയും ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യമായിരുന്നു. ചിലതൊക്കെ 11 മണിക്കൂറിന് ശേഷമൊക്കെ ഓടിയ സാഹചര്യം വരെ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധം നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇന്നും ഉണ്ടായിരുന്നു. യാത്രക്കാരെല്ലാം വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികളെ കൊണ്ട് എത്തിയവർ, ഈ പ്രായമായവർ, അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകൾ, അങ്ങനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൊത്തത്തിൽ യാത്രക്കാർ വലഞ്ഞിരിക്കുകയാണ്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.